വെൽക്കം ബാക്ക് ടു ചാനൽ ഷെമീസ് ലൈഫിൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ടൂർ പോവാണ് കോയമ്പത്തൂരിലേക്ക്. അപ്പം അതിനുള്ള ഒരു കിറ്റ് റെഡി വെച്ചിട്ട് ആണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ മേക്കപ്പ് ബോക്സ് ഞാൻ പാക്ക് ചെയ്ത് വെച്ചു എടുത്തിട്ട് വരാൻ ഡ്രസ്സ് എടുത്ത് തന്നു. സോ തുടങ്ങാം. ഓക്കെ, ഞാൻ ഫിക്സറൊന്നും മെയിനായിട്ട് അടിക്കാറില്ല, അതുകൊണ്ട് എനിക്കൊന്നും ഫിക്സറൊന്നും യൂസ് ചെയ്യില്ല. കാറിൽ കയറിയിട്ട് കിടന്നുറങ്ങുമൊന്നുമില്ല. എന്നാലും എൻ്റെ മുഖം എന്താ ഇങ്ങനെ ഇരിക്കണം, ഞാനെന്താ ഇങ്ങനെ ഇരിക്കണം എന്നൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ രാവിലെ എണീറ്റിട്ടുള്ളൂ. നേരത്തെയാണ് 5 മണിയാണ് ഇപ്പോൾ സമയം. രാവിലെ അമ്മ 7 മണിക്ക് വിളിക്കാൻ വരും പറഞ്ഞു. എക്സൈറ്റ്മെൻറ്റിൽ 5 മണിക്ക് എണീറ്റ് ഞാൻ ഇതൊക്കെ ഞാൻ തോന്നുന്നത് ട്യൂബും ബൾബും എല്ലാം കൂടെ ഇട്ടിട്ടാണ് എപ്പോഴെങ്കിലും വെളിച്ചുണ്ടാക്കണം. രാത്രി ഇരുട്ട് പോലത്തെ സമയമാണ്. ആരും പുറത്തത്തെ ലൈറ്റ് പോലും ഇട്ടിട്ടില്ല. ഒന്നും ഉണ്ടാവില്ല. എൻ്റെ ഔട്ട്ഫിറ്റ് ചെറുതാണ്, വേറെ ഉള്ളൂ. ബട്ട് എന്നാലും അവിടെ കിട്ടാം. പൗഡർ ഇട്ടാം, അല്ല പൗഡർ ഇട്ടു. നമുക്ക് ബ്ലഷ് കണ്ണിൻ്റെ ഈ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ട് ഈ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ട് ഓക്കെ. ഇതിന് നമുക്ക് ഞാൻ പ്രൈമറും കൺസീലറും ആ സാധനം നോക്കുന്നില്ല. കാരണം നാളെ എത്തുമ്പോഴേക്ക് മേക്കപ്പൊക്കെ പോകും. ഇപ്പോൾ കുറച്ച് ഡാർക്കായിട്ട് തന്നെ കണ്ണിൻ്റെ മേലെ ഇട്ടിട്ടുണ്ട്. മീൻസ് നമ്മുടെ ഇതാണ് ഐബ്രോ ഷാഡോ ലൈറ്റായിട്ട് എടുത്തിട്ടുണ്ട്. അതാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കായടായോ നമുക്ക് പൊട്ടിടാം. എനിക്കൊരു ബോധമില്ലാത്ത പോലെയാണ് ഗൈസ് ഞാൻ സംസാരിക്കുന്നത്. ബിക്കോസ് നേരത്തെ നിൽക്കുന്നുണ്ട് സംസാരിക്കും. ഓക്കെ, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ആക്കുമ്പോഴേക്കും ഇതിട്ട് ഓക്കെ 3, 2, 1. ഡ്രസ്സ് ഇട്ടുണ്ട്. ഇനി ഹെയർ ഒന്ന് സെറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് എണ്ണ തേച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാണ് ഇങ്ങനെ കിടക്കണത്. കുഴപ്പമൊന്നുമില്ല അല്ലേ. ആ കെട്ട് കളയുന്നില്ല. കെട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയുണ്ടാവും. വലിയ കെട്ട് പറയാനൊന്നും ഇല്ല എൻ്റെ മുടിയിൽ. ഞാൻ എൻ്റെ മുടി നോക്കുക ഇഷ്ടമല്ല. ആൾക്കാരൊക്കെ കിടന്ന് സ്ട്രെയിറ്റ് ഹെയർ കിട്ടാൻ എന്തൊക്കെയൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത്. എനിക്കങ്ങനെയൊന്നും ചെയ്യണ്ട. എനിക്ക് സ്ട്രെയിറ്റ് ഹെയറാണ് കണ്ടില്ലേ. അതിന് നല്ലതായിട്ട് കോംപ് ചെയ്തിട്ടല്ലേ വെറുതെ ഇങ്ങനെ എൻ്റെ അതിൽ കാണിക്കണം. ഐസെറ്റ് ഓക്കെ. അപ്പം ഞാൻ പോയിട്ട് വരാം ഗൈസ്. 7 മണിക്ക് വിളിക്കാൻ വരും പറഞ്ഞോ. അപ്പം ഞാൻ 5 മണിക്ക് എണീറ്റ് പറഞ്ഞു. അപ്പം ഞാനിപ്പോൾ അമ്മേനെ വിളിച്ച് നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു ഇപ്പോൾ വരാറുന്നു. ഇപ്പോൾ ഒരു ഹാഫ് ആൻ അവറിൽ അമ്മ അവിടെ എത്തും. സോ ഞങ്ങൾ അവിടെ 7 മണിക്ക് എത്തും തോന്നുന്നു. I don't know. So ഇതിനെ ഒന്ന് ചെയ്യാത്തേക്ക്
ദൈവമേ, ഒന്നും മറക്കരുത്. ലൈനർ എടുത്തു, കാജൽ എഴുതണം. അപ്പോൾ കണ്ണിന് കുറച്ചും കൂടെ വലുതാണ് തോന്നുന്നു കണ്ണ്. അപ്പോൾ കാജലും കൂടെ എഴുതണം. കാജൽ എഴുതിയിട്ടുണ്ട്. അതൊന്ന് വരത്ത് കുത്തി തിരികെ എങ്ങനെയൊക്കെ എഴുതി വെച്ചില്ല. ക്യൂട്ടായിട്ടില്ല. കാജല് മുട്ടിട്ടുണ്ട്. ലിപ് ലൈനർ, ലിപ്സ്റ്റിക്ക് ഓൾറെഡി അതിലുണ്ടായിരുന്നു. ഇതിൽ ഞാൻ എൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ലിപ്സ്റ്റിക്കാണ് ഇടുന്നത്. സ്കൂളിൽ പോയി ചാടാനുള്ളത് തന്നെയാണ്, എന്നാലും ഞാൻ ഡ്രസ്സൊക്കെ നല്ലതാണ്. കല്ലിലായി പല്ല്. രാവിലെ വെളുപ്പം കാലത്ത് ആരും എണീക്കാത്ത സമയത്ത് ഞാനിരുന്ന് ലിപ്സ്റ്റിക്ക് ഇട്ടിരുന്നത് കൊണ്ട് ബോധമില്ല. എന്തൊക്കെയാവട്ടെ, ഒന്നും കൂടെ കൊണ്ടുപോകണം. എന്നാലും കൂടെ വെച്ച് നോക്കാം. ഒന്നിനൊരു കുറവ് വരുന്നത് നമ്മൾ കൂടിപ്പോയാലും നമ്മൾ കുറയ്ക്കരുത്. യെസ് ഗൈസ്, ഇനി ഞാൻ പൂളിൽ പോയി ആത്മാവിച്ചിട്ട് വരാം. ഓക്കെ.